ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ഒരു പറിപ്പ് പരിപാടി നടത്താം. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ നിത്യവൈദ്യങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം രാവിലെ ഇത് പറിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. ഞാനപ്പം ലീവാണല്ലോ, അപ്പം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണ്ട കേട്ടോ. കോളേജിൽ പോകണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെപ്പോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണേ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. നിങ്ങൾ കണ്ടു കാണും. അതാണ് കേട്ടോ നിത്യവഴുതനങ്ങ. നിത്യവും ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം ഞാൻ ഒന്നും പറിക്കാറില്ല കേട്ടോ ഈ സാധനത്തിനകത്തു നിന്നും. പക്ഷേ എനിക്കത് പിന്നെ എന്താണ് ഈ നിത്യവും ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും നിത്യവഴുതനങ്ങ എന്ന് പേരിട്ടത്. ഇത് നിത്യം ഉണ്ടാവുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതൊക്കെ വീട്ടിലുള്ളവരൊന്ന് പറയണേ ഗൈസ്. ഇത് പക്ഷേ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. അപ്പം ഇവിടെ ഒരുപാടുണ്ടാവും, പക്ഷേ കുറേയൊക്കെ മണ്ടയിലാണ്ട് നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാനത് കണ്ടപ്പോഴത്തേന് അവിടെ നിന്ന് റംബൂട്ടാൻ കണ്ടു കേട്ടോ. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ആ സാധനം പറിക്കാറേ ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് കഫമായി. എന്നെപ്പോലെ ഈ റംബൂട്ടാൻ തിന്ന് കഫമായി പനി പിടിച്ചവർ ഉണ്ടെങ്കിൽ പറയണേ ഗൈസ്. അപ്പോൾ അതൊക്കെ കൂട്ടി അത് പിന്നെ അടിച്ചിട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി എടുത്തു, അങ്ങനെ കഴിച്ചു. ഞാൻ തോട്ടി നോക്കിയപ്പോൾ തോട്ടി കാണുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് അടന്ന് വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പം അത് കടിച്ചപ്പോൾ അതിന് മൊത്തം ഉറുമ്പായിരുന്നു കേട്ടോ. ആകെ സീനായി, വായിക്കകത്ത് മൊത്തമായി. പിന്നെ ഉറുമ്പൊക്കെ പോകും കേട്ടോ എൻ്റെ കൈ കൂടെ. ആ ഉറുമ്പിനൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പിച്ചുമ്പയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇത് പൊട്ടിക്കുന്നത്. അപ്പം പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മണ്ടയിലത്തെ ആ സംഭവം ഫുള്ള് ആ തോടിനകത്ത് വന്നു കേട്ടോ. കാരണം അത്രയും കാമ്പുണ്ടായിരുന്നു ആ സാധനത്തിനകത്ത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് ഞാനത് കഴിക്കാതെ വിട്ടേക്കുമായിരുന്നു കേട്ടോ. നല്ലപോലെ അതുകൊണ്ട് പഴുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെയും കുറേ പറിച്ചു കേട്ടോ. പക്ഷേ ഞാൻ കുറേയൊക്കെ ഒന്നും പറിച്ചില്ല, കുറച്ചേ പറിച്ചുള്ളൂ. കാരണം അത് കയ്യെത്തുന്നിടത്തേ ഞാൻ പറിച്ചുള്ളൂ കേട്ടോ. ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇത് മുറ്റിയാലും കൊള്ളൂല ഗൈസ്, തോരൻ വെക്കാനൊന്നും കൊള്ളത്തില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇതിനകത്തായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടത്തില്ലായിരുന്നു കേട്ടോ, പുറപ്പെടത്തില്ലായിരുന്നു. അപ്പം അപ്പോഴത്തേക്കും ഇത്ര സാധനം ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വള്ളിയും കോലും കമ്പും ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ മുളകിന് വിഷമമുണ്ടല്ലോ, നമ്മൾ നിത്യവഴുതനങ്ങ മാത്രം പറിക്കുമ്പോൾ മുളകിന് വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് മുളകും കൂടി കുറച്ച് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തോരൻ വെക്കുമ്പോൾ ഈ മുളകും കൂടി ഇടാമല്ലോ. അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള തോട്ടത്തിൽ നിന്ന് വിരിഞ്ഞ മുളകും ഇതൊക്കെയാണല്ലോ തോരൻ വെക്കുന്നതെന്ന് പറയാമല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇത്രയും മുറത്തിൽ. അപ്പം ഇന്നതായിരുന്നു കേട്ടോ തോരൻ. അപ്പം ഇതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗൈസ്.